നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താസന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ, ആശങ്കകൾ അത് ഇന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. 24 അന്വേഷണം തുടരുന്നു. പാതയിൽ പാളിച്ചയോ? കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. നിർമ്മാണത്തിനായി കുന്നിടിച്ച ഭാഗത്താണ് 3 തവണ മണ്ണിടിഞ്ഞത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അപകട സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, 3 തവണയാണ് തുടർച്ചയായി മണ്ണിടിഞ്ഞത്. പിന്നീട് നാട്ടുകാർ പലകുറി പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴെന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം? അനുജ, നമ്മളിപ്പോൾ കാണുന്നത് ദേശീയപാത അതോറിറ്റി അവരുടെ വിദഗ്ധ സംഘമാണ്. അവരിപ്പോൾ ഈ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാരുമായി സംസാരിക്കുകയാണ്. നാട്ടുകാർ അവരുടെ ആശങ്കകൾ അവരോട് പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയത് പ്രകാരം തളിപ്പറമ്പ് RDO ഇവിടെ വന്നിരുന്നു. RDO നാട്ടുകാരുമായി സംസാരിച്ചു. ഇതിൽ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണേണ്ടത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകേണ്ടത് ഇതിന്റെ വിദഗ്ധ സംഘമാണ്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ആ കാര്യങ്ങളൊക്കെ അത് നിയന്ത്രിച്ചിരുന്ന അതിന്റെ വിദഗ്ധ സംഘമാണ്. ഇതിൽ നിങ്ങൾക്ക് പരിഹാര നടപടികൾ നിങ്ങളോട് പറയേണ്ടത് എന്ന കാര്യം RDO പറഞ്ഞു. അതിനുശേഷം ഇവർ നേരത്തെ കാസർഗോഡാണ് ഉണ്ടായിരുന്നത്. കാസർഗോഡ് ഈ ദേശീയപാതയിൽ തന്നെ ഈ വിള്ളൽ രൂപപ്പെട്ട സംഭവമുണ്ട്. അവിടെ ത്തിന് ശേഷമാണ് ഇപ്പോൾ ആ സംഘം ഇപ്പോൾ ഈ കുപ്പത്ത് എത്തിയിട്ടുള്ളത്. അവർ ഇപ്പോൾ ഈ സ്ഥലം പരിശോധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നാട്ടുകാർ ഇന്ന് രാവിലെ മുതൽ ആവശ്യപ്പെട്ട കാര്യമാണിത്. ഇതിന്റെ അധികൃതർ കൃത്യമായി ഇതിന് ഒരു വ്യക്തത വരുത്തണം. അധികൃതർ സ്ഥലത്തേക്ക് നേരിട്ടെത്തണം എന്നുള്ളത് രാവിലെ മുതൽ തന്നെ നാട്ടുകാർ ആവശ്യപ്പെടുന്ന കാര്യമായിരുന്നു. അവരുടെ പ്രതിഷേധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അവർക്ക് നേരിട്ടൊരു ഉറപ്പ് നൽകണം. ഭീതിയോടെ അല്ലാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്ന് രാത്രി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവിടെ തന്നെ കഴിഞ്ഞുകൂടാനാണ്, വീട്ടിൽ കഴിയാൻ പേടിയാണ് എന്നവർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നേതൃതലത്തിലുള്ളവർ, അതായത് ഉദ്യോഗസ്ഥരുടെ സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അധികൃതരുടെ സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർച്ചയായി 3 തവണയാണ് അവിടെ മണ്ണിടിഞ്ഞു വീണത്. ഒട്ടേറെ വീടുകൾ ആ ഭാഗത്തുണ്ട്. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുൺ, പറയൂ. ഇപ്പോഴും ഈ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിദഗ്ധ സംഘത്തിന്റെ അവരുടെ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. നാട്ടുകാരുമായി അവർ സംസാരിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതിൽ പരിഹാര നടപടിയായി അവർ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നാട്ടുകാർ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ അവരുടെ ഇപ്പോഴത്തെയുള്ള ഈ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന് നാട്ടുകാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും അവർ ഈ പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്, നാട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട്. രാവിലെ മുതൽ ഇവർ നാട്ടുകാർ ആവശ്യപ്പെട്ടത് ഇത് തന്നെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ എത്തണം. ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടും ഇത് മുമ്പ് തന്നെ അവർ അഡ്രസ്സ് ചെയ്തിട്ടും വേണ്ട പരിഹാരം ഉണ്ടായില്ല, അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല. ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകും. ഈ താഴെ ഇത്രത്തോളം കുടുംബങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ നിർമ്മാണം ഇവിടെ ഈ വലിയ കുന്നിടിച്ചത് അപകടാവസ്ഥയാണ്, അപകട ഭീഷണിയുണ്ടെന്ന കാര്യം ഒക്കെ പരാതിയായി ഇവരെയൊക്കെ അറിയിച്ചതാണ്. പക്ഷെ ആ ഘട്ടത്തിലൊന്നും പരിഗണിക്കാതെ ഇപ്പോൾ ശക്തമായൊരു മഴ പെയ്തപ്പോൾ തന്നെ ഇത്ര ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോഴെങ്കിലും ഇവിടെ വന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. അതിൽ പ്രധാനമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഈ കുന്നുപോലെ കൂട്ടിയിട്ടുള്ള റോഡിന്റെ ഒരു വശത്ത് ഇവരുടെ വീടുകൾക്ക് മുകളിലായി കുന്നുപോലെ കൂട്ടിയിട്ടുള്ള മണ്ണുകൾ നീക്കം ചെയ്യണം. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നത് ഒരു പ്രശ്നമായി ഒരു വശത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും മഴ കനക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അങ്ങനെ മഴ ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ എങ്ങനെ ആ
മണ്ണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള മണ്ണുണ്ട്. ഒരു നമ്മൾ ഒരു നിരപ്പായ സ്ഥലമല്ല, അതൊരു കുന്നുപോലെ മണ്ണ് കിടക്കുകയാണ്. അപ്പോൾ ആ മണ്ണ് എങ്ങനെ നീക്കം ചെയ്യുമെന്ന കാര്യത്തിലൊക്കെ പ്രതിസന്ധിയുണ്ട്. അതോടൊപ്പം തന്നെ നിർമ്മാണത്തിന്റെ ഒരു വശത്ത്, അതായത് റോഡിന്റെ മറുവശത്തുള്ള നമ്മൾ നേരത്തെ 3 തവണ ഇടിഞ്ഞ കുന്ന് അതെങ്ങനെ പരിഹരിക്കും എന്ന കാര്യത്തിലൊക്കെ ഈ വിദഗ്ധ സംഘമാണ് ഇനിയിപ്പോൾ ഒരു നടപടി, എന്താണ് അതിന്റെ പരിഹാര മാർഗം പറയേണ്ടത്. അത് അല്പസമയത്തിനകം അവരുടെ പ്രതികരണം കൂടി വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, കുപ്പത്താണിപ്പോൾ ദേശീയപാത അതോറിറ്റി അധികൃതർ പരിശോധന നടത്തുന്നത്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഉറപ്പ് കിട്ടാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. കാസർഗോഡ് വീണ്ടും ദേശീയപാത ഇടിഞ്ഞു. കാഞ്ഞങ്ങാട് കൂളിയങ്കാലിലാണ് സർവീസ് റോഡ് ഇടിഞ്ഞത്. റോഡ് ഗതാഗതയോഗ്യമല്ലാത്ത രീതിയിൽ ഒലിച്ചുപോയി. അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായുണ്ട്. അരുൺ, എന്താണ് അവിടെ സംഭവിച്ചത്? സർവീസ് റോഡ് അത് പൂർണ്ണമായും ഇടിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, ഒലിച്ചുപോയി എന്നൊക്കെയുള്ളതാണ് വിശദാംശങ്ങൾ. ഈ 2 ദിവസമായി കാസർഗോഡ് ജില്ലയിലെ പലയിടങ്ങളിലും വ്യാപകമായ മഴ പെയ്യുന്നുണ്ട്. ഈ റോഡ് ദേശീയപാത NH66 നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. അത് തലപ്പാടി മുതൽ കാസർഗോഡ് ടൗൺ വരെയാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടുള്ളത്. ഭാഗികമായി പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നേ ഉള്ളൂ. ഇതിനിടയിലാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ സർവീസ് റോഡുകൾ ഇടിഞ്ഞു പോകുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ പഴയ റോഡ് വീതി കൂട്ടിയാണ് ദേശീയപാത നിർമ്മിക്കുന്നത്. ആ ദേശീയപാത നിർമ്മിക്കുന്ന സമയത്ത് മണ്ണിട്ട് അവിടെ പൊക്കിയിട്ടുണ്ട്. ഈ വെള്ളം ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഭാഗത്തും ഇന്നിപ്പോൾ ഈ സർവീസ് റോഡ് ഇടിഞ്ഞ ഭാഗത്തും ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു പ്രദേശമായിരുന്നു. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്താണ് ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് പോകുന്നത്. ഈ സർവീസ് റോഡുകളൊക്കെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത്. എന്തായാലും അവിടുത്തെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള വാഹനങ്ങൾ മറ്റൊരു ഭാഗത്തു കൂടി വഴിതിരിച്ചു വിടുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റൊരു ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. ശരി, കാസർഗോഡ് നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശമാണ് അരുൺ പാറയ്ക്കൽ നൽകിയത്. ദേശീയപാത തകർന്ന മലപ്പുറം കൂരിയാട് വിദഗ്ധ സംഘം പരിശോധന നടത്തി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സമയം ആവശ്യമാണെന്നും സംഘാംഗം ഡോക്ടർ ജിമ്മി തോമസ് പറഞ്ഞു. കൂരിയാട് നിന്ന് 5 കിലോമീറ്റർ അകലെ മമ്മാലിപ്പടിയിലും ഇന്ന് വിള്ളൽ കണ്ടെത്തി. ഡോക്ടർ അനിൽ ദീക്ഷിത്, ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരാണ് കൂരിയാടെത്തി പരിശോധന നടത്തിയത്. തകർന്ന പ്രധാന പാതയും സർവീസ് റോഡും പരിശോധിച്ചു. ദൃശ്യങ്ങൾ പകർത്തി. ഫൗണ്ടേഷനും മണ്ണുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഡോക്ടർ ജിമ്മി തോമസ്. അല്ല, ഇതിന്റെ കാരണം ഞങ്ങൾ പഠിച്ചിട്ടേ പറയുള്ളൂ. കാര്യം ഇന്ന് ജസ്റ്റ് സൈറ്റ് കണ്ടു, പിന്നെ ഇതിന്റെ ഡിസൈൻ റിപ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റൂ. ഇതിനകത്ത് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. പിന്നെ എന്തെങ്കിലും ഇതുണ്ടോന്നുള്ളത് നമ്മൾ എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. സംഘം തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. അതിനിടെ ഇന്ന് മമ്മാലിപ്പടിയിലും വിള്ളൽ കണ്ടെത്തി. അശാസ്ത്രീയ നിർമ്മാണം ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRCയുടെ ഓഫീസ് ഉപരോധിച്ചു. ഓഫീസിലെ ഫർണിച്ചർ ഉൾപ്പെടെ പ്രവർത്തകർ അടിച്ച് തകർത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെ 12 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരത്തിനിടെ പോലീസിനും പരിക്കേറ്റു. 24 തിരൂർ. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 ചാവക്കാട് മണത്തലയിൽ മേൽപ്പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. 50 മീറ്ററോളം നീളത്തിൽ വിള്ളൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ജില്ലാ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF-ന്റെ നേതൃത്വത്തിൽ ചാവക്കാട് റോഡ് ഉപരോധിച്ചു. വേറെ പല സ്ഥലത്തും ഇങ്ങനെ NH-ൽ ക്രാക്ക് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പാലത്തിലും ഒരു വലിയ ക്രാക്ക് കണ്ടത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ഞാൻ വീഡിയോ എടുത്തു. ഞാൻ ആ അധികൃതർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയിനേജ് നമ്പറൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇട്ടത് അവർക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത്. നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ. ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ പാറപ്പൊടിയിട്ട് വിള്ളലടയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. UDF പ്രവർത്തകർ ചാവക്കാട് റോഡ് ഉപരോധിച്ചു.
നിരുത്തരവാദിത്തമായ രീതിയിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ സമയമായിട്ടും ഇവിടുത്തെ MLA-യോ കേന്ദ്രമന്ത്രിയായ MP-യോ ഈ സ്ഥലം സന്ദർശിക്കാൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അവിടേതായ ഒരു പ്രതികരണവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലമിടിഞ്ഞ ക്രെയിൻ റോഡിലേക്ക് വീണിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിനും തഹസിൽദാർക്കും നിർദ്ദേശം നൽകി. അതിനിടെ ഇടപ്പള്ളി കുതിരാൻ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിനെതിരെ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നാളെ കൊരട്ടിയിൽ ഉപവസിക്കും. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ പശ്ചാത്തലത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന ആവശ്യവും ശക്തമാണ്. 24 തൃശൂർ. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ET മുഹമ്മദ് ബഷീർ MP-യാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വിഷയം മന്ത്രി ഗൌരവമായി എടുത്തതിൽ സന്തോഷമെന്ന് ET മുഹമ്മദ് ബഷീർ 24-നോട് പറഞ്ഞു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾ തീർത്തും ദൌർഭാഗ്യകരമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കരാറുകാരനെ വിലക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായി MP ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഈ കരാറുകാരന് എടുത്ത കരാറിന് തന്നെ ഡിബാർ ചെയ്യുന്ന അടക്കം ബാങ്ക് ഗ്യാരണ്ടി അടക്കം അതിൽ പിന്നെ ഹോൾഡ് ചെയ്യുന്ന വിധത്തിൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും എന്നിത്യാദി കാര്യങ്ങൾ വളരെ അതിൻ്റെ ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇന്ത്യ ഗവൺമെന്റ് കാര്യത്തെ ഗൗരവമായിട്ട് കാണുന്നു. ഞാൻ കൊടുത്ത നിവേദനത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി സംസാരിച്ചു. അന്വേഷണത്തിനായി IIT വിദഗ്ധരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കും. വളരെ ഗൗരവമായിട്ടാണ് മിനിസ്റ്റർ ഇതിനെ കണ്ടത്. മിനിസ്റ്റർ പറഞ്ഞ എക്സ്പെർട്ട് കമ്മിറ്റിയെ പറ്റി പറഞ്ഞു. എക്സ്പെർട്ട് കമ്മിറ്റി ഞങ്ങൾ രൂപീകരിക്കാൻ പോവുകയാണ്. IIT വിദഗ്ധന്മാരടക്കം ഉൾക്കൊള്ളുന്ന എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. ദേശീയപാത 66 കൂരിയാട് ഭാഗത്തുണ്ടായ അപാകത ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ET മുഹമ്മദ് ബഷീർ MP കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് കത്ത് നൽകിയിരുന്നു. വിനീത VG 24 ഡൽഹി. ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതി ബിന്ദു നേരിട്ട മാനസിക പീഡനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൂടി സസ്പെൻഷൻ. SI SJ പ്രസാദിന് പുറമെ ഗ്രേഡ് ASI പ്രസന്നനെയാണ് സസ്പെൻഡ് ചെയ്തത്. തന്നെ അപമാനിച്ചതിൽ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയും നടപടി വേണമെന്നാണ് ബിന്ദുവിന്റെ ആവശ്യം. തന്നോട് ഏറ്റവും മോശമായി പെരുമാറിയത് ASI പ്രസന്നനാണെന്നായിരുന്നു ബിന്ദുവിന്റെ പരാതി. വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ കയറി കുടിക്കാൻ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥനെന്നായിരുന്നു ബിന്ദുവിന്റെ പ്രതികരണം. ബിന്ദു ആരോപണം ആവർത്തിക്കുന്നതിനിടെയാണ് ASI പ്രസന്നനെതിരെയുള്ള സസ്പെൻഷൻ നടപടി. പ്രസന്നൻ അമിതാധികാര പ്രയോഗം നടത്തിയെന്നും മോശം വാക്കുകൾ ഉപയോഗിച്ചുവെന്നുമാണ് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. തന്നെ മാനസികമായി പീഡിപ്പിച്ച മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയും നടപടി വേണമെന്ന് ബിന്ദു. ഒരാൾ കൂടിയുണ്ട്, മൊത്തം 3 പേരാണ്. എന്നാലും 2 പേരിൽ അറിഞ്ഞു, ഇനി ഒരു പോലീസാണ് കൂടെയുണ്ട്. ഒരു 3 പേരാണ് എന്നെ വല്ലാതെ തന്നെ വേദനിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ പ്രസन्न എന്ന് പറഞ്ഞ പോലീസുകാരനാണ്. ഇനി ഒരാളെ കൂടെ എത്രയും പെട്ടെന്നത് ചെയ്ത് എന്നാലും എനിക്ക് തൃപ്തിയാകുള്ളൂ. ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ തനിക്കെതിരെ പരാതി നൽകിയ വീട്ടുടമസ്ഥ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട പരാതി നൽകുമെന്നും ബിന്ദു ആവർത്തിച്ചു. ബിന്ദു കടുത്ത മാനസിക പീഡനം നേരിട്ട പേരൂർക്കട സ്റ്റേഷനിലെ SI SJ പ്രസാദ് ബാബുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. വ്യാജ മോഷണ പരാതി തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനും തീരുമാനമായി. ADGP H വെങ്കിടേഷിന്റേതാണ് ഉത്തരവ്. 24 തിരുവനന്തപുരം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട. CPI മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവരാജ് ഉൾപ്പെടെ 27 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. 2026 മാർച്ചിനകം നക്സലിസം പൂർണ്ണമായി മോദി സർക്കാർ തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിലെ അബുജന്ത് വനമേഖലയിലാണ് സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും ഏറ്റുമുട്ടിയത്. അന്വേഷണ ഏജൻസി തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവ് നംഭാല കേശവറാവു എന്ന ബസവരാജ് ഉൾപ്പെടെ 27 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചതായാണ് റിപ്പോർട്ടുകൾ. മാവോയിസ്റ്റ് നേതാക്കളടക്കം വനമേഖലയിലുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷാസേന തെരച്ചിൽ നടത്തിയത്. നക്സലിസത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ 3 പതിറ്റാണ്ടിനിപ്പുറം ഇതാദ്യമായാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള നേതാവിനെ വധിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. നക്സൽ വിരുദ്ധ നടപടിയായ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഭാഗമായി ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് ഇതിനോടകം 54 മാവോയിസ്റ്റുകളാണ് അറസ്റ്റിലായത്. 84 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. 24 ഡൽഹി.
രാജ്യാന്തര തലത്തിൽ പാക് ഭീകരത തുറന്നു കാട്ടുന്നതിനും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനുമായി ഉള്ള പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ നാളെയും മറ്റന്നാളുമായി പ്രതിനിധി സംഘം സന്ദർശിക്കും. BJPയോടുള്ള വിയോജിപ്പ് നിലനിർത്തി യാത്രയുടെ ഭാഗമാകുന്നു എന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP 24നോട് പറഞ്ഞു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാക് ഭീകരത തുറന്നു കാട്ടുക, ഓപ്പറേഷൻ സിന്ദൂറും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും വിശദീകരിക്കുക എന്നിവയാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ, സഞ്ജയ് കുമാർ ഷാ, കനിമൊഴി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളുടേതാണ് ആദ്യഘട്ട പര്യടനം. UAE, റഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ആദ്യഘട്ടത്തിൽ സംഘം സന്ദർശിക്കും. BJPയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിയാണ് സംഘത്തിന്റെ ഭാഗമായതെന്ന് പ്രതിനിധി സംഘത്തിൽ അംഗമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. ഞങ്ങളുടെ വിയോജിപ്പുകൾ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പഹൽഗാമിൽ തുടങ്ങിയിട്ടുള്ള അഭിപ്രായമുണ്ട്. അതായത് അവിടെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഫെയിലിയേഴ്സ്, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യൽ, നമ്മുടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യൽ, പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യൽ, പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു സർവകക്ഷി യോഗം, ഇതൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വിശാലമായൊരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗവാക്കാകും. വിദേശ നയതന്ത്ര മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളാണ് ഡോക്ടർ ശശി തരൂരെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസിനുള്ളിലെ തർക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മറുപടി. വിവിധ രാജ്യങ്ങളിലെത്തുന്ന പ്രതിനിധി സംഘങ്ങൾ അതത് രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖർ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഓരോ ദിവസത്തെയും സാഹചര്യം മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കും. വിനീത PG, 24, ഡൽഹി. യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ ഗുരുതര കണ്ടെത്തൽ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ജ്യോതി പാകിസ്ഥാന് കൈമാറിയതായി തെളിവ് ലഭിച്ചു. ബ്ലാക്ക് ഔട്ട് സംബന്ധിച്ച വിവരങ്ങൾ ചോർത്തി നൽകിയതായും കണ്ടെത്തലുണ്ട്. ജ്യോതിക്ക് ദുബായിൽ നിന്നും പണം ലഭിച്ചതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. ചാരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപും ശേഷവും പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന്റെ നിർണായക തെളിവുകൾ പോലീസിനും NIAയ്ക്കും ലഭിച്ചു. വാട്സപ്പ്, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം തുടങ്ങിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ജ്യോതി പാക് ചാരന്മാരുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. പാക് ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ അലി ഹസനുമായുള്ള ജ്യോതിയുടെ വാട്സപ്പ് ചാറ്റുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങൾ സംബന്ധിച്ചും രാജ്യത്ത് ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയ സ്ഥലങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളും ജ്യോതി പാകിസ്ഥാന് ചോർത്തി നൽകിയിട്ടുണ്ട്. രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനായി കോഡ് ഭാഷയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ജ്യോതിയുടെ 4 ബാങ്ക് അക്കൗണ്ടുകളിൽ ഒന്നിൽ ദുബായിൽ നിന്നും പണം വന്നതായി കണ്ടെത്തി. ഇത് സംബന്ധിച്ച് NIA അന്വേഷണം ആരംഭിച്ചു. 3 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം ചോദ്യം ചെയ്യലിൽ ജ്യോതി സമ്മതിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് സന്ദർശിക്കാനും ജ്യോതി പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുണ്ട്. ബംഗ്ലാദേശ് വിസയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോമുകൾ പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. 24, ഡൽഹി. 4 വയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഭർത്തൃവീട്ടുകാർ വേദനിക്കാനെന്ന് മാതാവ് സന്ധ്യ. കല്യാണിയെ ഭർത്താവിന്റെ വീട്ടുകാർ കൂടുതലായി സ്നേഹിച്ചത് ഇഷ്ടമല്ലായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയെ സമീപിക്കും. പോലീസിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് മകളെ കൊലപ്പെടുത്തിയത് ഭർത്തൃവീട്ടുകാർ വേദനിക്കാനാണെന്ന് മാതാവ് സന്ധ്യ പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഭർത്താവ് സുഭാഷിന്റെ വീട്ടിൽ കൂടുതലും ആണുങ്ങളാണുള്ളതെന്നും കല്യാണി ജനിച്ച ശേഷം എല്ലാവർക്കും കുഞ്ഞിനോട് സ്നേഹമുണ്ടായത് തനിക്കിഷ്ടമല്ലായിരുന്നുവെന്നും സന്ധ്യ മൊഴി നൽകി. മകളില്ലാതായാൽ ഭർത്തൃകുടുംബം വിഷമിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഭർത്തൃമാതാവടക്കം മകളെ സ്നേഹിച്ചത് തനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നും പ്രതി വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം റിമാൻഡിൽ കഴിയുന്ന സന്ധ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും. അതിനു മുൻപ് സന്ധ്യയുടെ ബന്ധുക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. വിഷം തന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന സന്ധ്യയുടെ മകന്റെ വെളിപ്പെടുത്തലിലും അന്വേഷണമുണ്ടാകും. സ്വന്തം വീട്ടിൽ നിന്ന് സന്ധ്യ 1 ലക്ഷം രൂപ വാങ്ങിയത് തനിക്ക് വേണ്ടിയല്ല എന്ന് ഭർത്താവ് സന്ധ്യയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞതും വൈരാഗ്യം കൂട്ടിയിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. 4 വയസ്സുകാരിയായ മകളെ പുഴയിലെറിഞ്ഞുവെന്ന കേസിൽ പ്രതി സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങും മുമ്പ് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. നേരത്തെ മക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന മൂത്ത കുട്ടിയുടെ വെളിപ്പെടുത്തലിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുകയാണ്. S. ശ്യാംകുമാർ, 24, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണ
കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുന്നു.